ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകാൻ പോണത് ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ആഗ്ര താജ്മഹലാണ് ഇവിടെ എല്ലാവരും. ഒരു വെറൈറ്റി ഡ്രഷ ട്രെയിൻ ഇടാൻ വേണ്ടി സെറ്റ് സാധനം വാങ്ങിയതാണ്. എത്ര? അശ്വൻ സാധനം കീഴുന്നതാണ്. ഏത് മുതലേ ഏതാരോ ട്രെയിനൊക്കെ വരുന്നത്. ഓ മോനെ, നമ്മള് കാത്തിരുന്ന നിമിഷം. രണ്ടാഴ്ചത്തെ കാത്തിരിക്കണം. മണിയേട്ടന്റെ അർജാസിന്റെയും വണ്ടി വരുന്നു ഗായ്സ്. സന്തോഷം. ഓ മോനെ, നമ്മള് കാത്തിരുന്ന നിമിഷം. നമ്മളെ ടീമൊക്കെ ഉണ്ട്. S5 ഇവിടെ തിരക്കാണല്ലോ മൊത്തത്തില്. തിരക്കുണ്ടാവുന്ന കൊണ്ടാണ് തിരക്കുണ്ടാവുന്ന ഗായ്സ്. വണ്ടി വരുന്നു ഗായ്സ്. സന്തോഷം. വെള്ളം പിടിച്ച് നടക്കണം. സീറ്റ് കിട്ടി ഗായ്സ്. തിരക്കൊന്നുമില്ല ഗായ്സ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ടോ. സീന ഇപ്പൊ എങ്ങനെ ബാത്റൂം അങ്ങനെ ഉണ്ട്? നൈസല്ലേ? നമുക്കത് മതി. ആള് കമ്മിയാണ്, സമാധാനം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. എന്ത് കടല് തീർത്തോ? കള്ളാമിക്ക എന്റെ വഴിയാണ്. ചെക്കൻ ഫുള്ള് ഫ്രീക്കിൽ വന്നേ. വേറെ കോസ്റ്റ്യൂം ഇറങ്ങാൻ നിൽക്കാം. ആരും ഓൻ്റെ ഒന്നല്ല. നമുക്ക് ആൾക്കാരെ മുതിരടത് കണ്ണിലാണ്ട. അൽ മാലിക് വേറെ. അശ്വിനാണ് മെയിന്. കോസ്റ്റ്യൂമിന്റെ മെയിന് ഏതാരോ. അത് നേരെ. പക്ഷേ ഈ വിരലിന്റെ വേദന അടുക്കുണ്ട്. നടുവേദനായിട്ട് ഇങ്ങനത്തെ ചെങ്ങാമനെ ഉണ്ടായ മതി. നമ്മള് പണ്ട് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ സങ്കടമുണ്ട്. ചെക്ക അതിന്റെ തലേന്ന് തന്നെ ജാക്കറ്റ് ഇട്ട് ഉറങ്ങി. സീനായി. ജാക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കരിയിൽ ഇമ്മയാണെങ്കിൽ നാടൻ കോഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. പരിപാടി മൂഞ്ചി. അന്ന് നമ്മള് പ്ലാനിട്ടാ താജ്മഹൽ. ഒറ്റ മൈൻഡ് താജ്മഹൽ കണ്ടിട്ട് പോകും. അല്ല എന്താണ് ഒരു മൂഡ്. സെറ്റാണ്. എത്തി. ചായ എത്തി. ചായ നേരെയാണ് കപ്പലണ്ടി മെച്ചാറാണോ?
അങ്ങനെ ആ സംഭവം കിട്ടും, സാധനം കിട്ടും. हेलो भाई താങ്ക് യു. पेमेंट നൈസാണല്ലോ. അങ്ങനെ ട്രെയിനിൽ ചായ വാങ്ങി മൂഞ്ചി അവസ്ഥ കേട്ടോ. അസ്ലമ ചായന്റെ പറഞ്ഞ റിവ്യൂ പറഞ്ഞ ചാൻ റിവ്യൂ പറയൂ. തൊമ്മൻ വന്നില്ലേ? അയ്യോ പുതിയ കമ്പനിയാണ് കിട്ടിയ. ഏതായാലും അങ്ങനെ സെക്കൻഡ് ഞാൻ അടിച്ചു ഗൈസ്. തോപ്പാൻ പറ്റോ? ഫുഡൊക്കെ നോക്കിയപ്പോ സംഭവം ഇങ്ങനെ കാക്കിച്ചതാണ് അടുത്ത സംഭവം. പീനട്ട് ബട്ടർ ഇവിടെ റെഡി. ആ വെള്ളം വാഷ് ബേസിൽ അല്ലേ പീനട്ട് ബട്ടർ പുതിയത് റെഡ് ഒക്കെ തീർക്കണം. പീനട്ട് കുടിച്ചാ ഇല ഇല മാസാണ്. പൊട്ടിക്കണേ അൺബോക്സിംഗ് ഉണ്ടോ? അൺബോക്സിംഗ് പ്ലേറ്റോടെ അങ്ങനെ ഫുഡൊക്കെ റേറ്റ് ആക്കും. എന്താണിത്? സ്പൂൺ എടുത്തോ ജി. മിച്ച വാങ്ങിയ ജി അശ്വിന്റെ ബാക്കിന്ന് സാധനം പടക്കുണ്ട്. ഓണ ഇതെന്താണോ? പ്ലേറ്റ് വാഷ് ചെയ്യണം ആദ്യം. അത് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്. പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ എന്തൊക്കെ വാങ്ങിക്കൂട്ടി. വാഷ് ചെയ്യേണ്ടി വരും. ഇത് നടക്കൂല. പഴയ വാഷ് നമ്മൾ ചെക്കൻ പോകുന്നുണ്ടോ? കൊണ്ട് കേക്ക് വന്ന് ചെക്കൻ. ഓ വൈബ്. എടാ നാളുകളെ ഇൻക്ലൂഡേറ്റ് ജാമീൻ വെച്ച് ഫുള്ള് രസാട്ടോ.
പീനട്ട് ബട്ടർ എനിക്ക് സ്വന്തം. അങ്ങനെ ജാമായി, പീനട്ട് ബട്ടറായി, എന്തെങ്കിലും വേറെ പായം ഇവിടെ. കൊടുക്കാം. ഇതൊന്നും വെക്കണ പറയാ. ഇത് സ്പൂണും തരും. ഫുഡ് എവിടെ പറയാ? നൈസറേ ജാമും പിന്നെ ബട്ടറും. അക്ഷരം കണ്ട ഫുഡ് സെറ്റ് സാധനം. അതിന് രണ്ടു സാധനം ബ്രെഡാണ്. അത് വേറെ വേറെ സാധനത്തിലാ. ചെക്കൻ മാത്രം നല്ല ഉറക്കല. ഏത് മൂടി നമ്മള് പയം വാങ്ങിക്കണ്. നമ്മളെ പീനട്ട് ബട്ടർ ഉണ്ടേ അങ്ങനൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ദിവസം കേട്ടോ ജാമ് ചെറിയ മാറ്റേ. ഏതാ സാൻഡ്വിച്ചിന് ഇതിലായി കയ്യിലോ ഇഷ്ടപ്പെട്ടില്ല. ഐസാ പൊളിയല്ലേ? സൂപ്പറായിക്കണ്ടല്ലേ? ചായയും കുടിച്ച് ഇങ്ങനെ തന്നെ ചായ. അശ്വിൻ ബോയ്സ് സോപ്പ നല്ല കടുത്തതില്ല. നല്ല ഉറക്കില്ല. ഉറങ്ങാം. Aku pernah aja di video pengen apa ya? ശരിക്ക് സ്മൈൽ സ്മൈൽ സ്മൈൽ. ആധുനികവും പാരമ്പര്യവും ആധുനികമായ. ഓ ഇതിന്റെ മേക്കിംഗ് മേക്കിംഗ് സോപ്പാൻ അശ്വിൻ. മുട്ട പജോ ടേസ്റ്റ് ഒക്കെ കേട്ടോ. നമ്മള് ചായ വാങ്ങിയ വടപാവും ഇന്ത്യൻ ചായ. ഒരു ചായ പാളി, രണ്ടാമത്തെ ചായ. അശ്വിന്റെ ചായ എണ്ണ ഡയറ്റ് അവിടെ നോക്ക്. എങ്ങനെയുണ്ട് സാധനം? അവിടെ പോയിച്ചോ? ഞാനുണ്ട് സാധനം. നല്ല സ്പൈസി ഉണ്ട് സാധനം. വേറെ നല്ലൊരു ചായ പാടില്ല. പക്ഷെ ചായ പാളിന് അതിന്റെ ചോറ്റ കയറി ചായ മനസ്സിലായി. ഏത് വൈബ് സീരിയസ് ആണ്. രാവിലെ അറിയാം അവസ്ഥ. മഡ്ഗോവയിൽ നിന്നും അശ്വിന്റെ അശ്വിനെ അടിപൊളി ദോശയാണ്. അടിപൊളി
സാമ്പാറില് ചിക്കനാ. സാമ്പാറാണ് സാമ്പാർ. കഷ്ണങ്ങളൊന്നും വീഴുന്നില്ല. അതില്ലേ സാധനം സെറ്റാവൂലേ? നാളേക്ക് റിസൾട്ട് അറിയണ്ടേ? ജാമ് കൂടിയിട്ടാണ്. ജാമ് കൂടിയിട്ടാണ്.